ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ജൂലൈ 12 ഷഷ്ടിയാണ്, ശുക്ലപക്ഷ ഷഷ്ടി. വെള്ളിയാഴ്ച ദിവസം ഒരു മാസത്തിലെ 2 ഷഷ്ടി വരും. ഒന്ന് ശുക്ലപക്ഷവും മറ്റേത് കൃഷ്ണപക്ഷവും. ഇത് തമ്മിലുള്ള വ്യത്യാസം എങ്ങനെയാണ് എന്നുള്ളതും എങ്ങനെയാണിത് കണക്കാക്കുന്നതെന്നുമുള്ള ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ കമ്മ്യൂണിറ്റി പേജിൽ കൊടുത്തേക്കാം. വീണ്ടും അതിൻ്റെ ലിങ്ക് നോക്കിയാൽ കിട്ടും. ഇനി 2 ഷഷ്ടിയും നമുക്കെടുക്കാം. ഇനി ഒരു ഷഷ്ടി മാത്രമാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിൽ ശുക്ലപക്ഷ ഷഷ്ടി ആയിരിക്കും ഒന്നും കൂടെ നല്ലത്. അങ്ങനെ ശുക്ലപക്ഷ ഷഷ്ടി ഈ ജൂലൈ മാസത്തിലെ 12 വെള്ളിയാഴ്ച. ഇനി നമ്മുടെ സെക്കൻഡ് ചാനലിൽ നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിരുന്നു, പനീർ ബട്ടർ മസാല. അത് ഉള്ളിയും വെളുത്തുള്ളിയും ഒന്നും ചേർക്കാത്ത ഒരു പനീർ ബട്ടർ മസാലയാണ്. നല്ല രുചിയുള്ള ഒരു പനീർ ബട്ടർ മസാലയാണ്. കൗസ്തുഭം വെജ് ഫുഡ്സ് എന്നാണ് നമ്മുടെ ആ സെക്കൻഡ് ചാനലിൻ്റെ പേര്. കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുകയും വേണം. കാരണം ഉള്ളിയും വെളുത്തുള്ളിയും ചേരാത്തത് കൊണ്ട് നിർബന്ധമായും ഇത് ഭഗവാന് വെച്ച് നൈവേദ്യം ചെയ്യുന്നതിന് വളരെ നല്ലതാണ്. ഇപ്പം നമ്മുടെ കുട്ടികളുടെ പിറന്നാൾ വരുന്നു, അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളുടെ പിറന്നാൾ വരുന്നു ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നേ, മറ്റുള്ളവർക്ക് ഒരു ട്രീറ്റൊക്കെ കൊടുക്കും. എന്നിട്ട് അമ്പലത്തിൽ പോയിട്ട് നമുക്ക് വേണ്ടി വഴിപാട് നടത്തും. ഭഗവാന് വേണ്ടി ഒന്നും ചെയ്യില്ല. ഞങ്ങളുടെയൊക്കെ വീട്ടിൽ ഒരു പിറന്നാളും ഒക്കെ വന്നു കഴിയുമ്പോൾ പണ്ട് അമ്മമ്മമാരൊക്കെ പറയും, നമ്മൾ ഉച്ചയ്ക്ക് ഉണ്ണുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഭഗവാന് ഇലയിട്ട് വിളമ്പി നമ്മളുണ്ടാക്കിയ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ വെക്കാൻ പറയും. അതിന് ശേഷമാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ ഭഗവാന് നമ്മളൊരു ട്രീറ്റ് കൊടുക്കുകയാണ്. അന്ന് നമ്മൾ നോൺ വെജ് ഒന്നും അല്ല ഉപയോഗിക്കുന്നത്, വെജിറ്റേറിയൻ ഫുഡ്സാണ്. പിറന്നാളിനൊക്കെ നമ്മൾ സദ്യയാണ് ഉണ്ടാക്കുന്നത്. അതിൽ തന്നെ ഉള്ളിയും വെളുത്തുള്ളിയും ഒന്നും ചേരാത്ത ഭക്ഷണങ്ങളാണ് നമ്മൾ സാധാരണയായിട്ട് അമ്പലത്തിൽ നൈവേദ്യമായിട്ട് വെക്കുന്നത്. ഗുരുവായൂരൊക്കെ ചെന്നാൽ നമുക്കറിയാം, അവിടുത്തെ ഭഗവാന് കൊടുക്കുന്ന ഒരു ഭക്ഷണത്തിനും ഉള്ളിയും വെളുത്തുള്ളിയും ഒന്നും ചേർക്കാറില്ല. അതുകൊണ്ട് തന്നെ ഈ പനീർ ബട്ടർ മസാലയൊക്കെ ഉണ്ടാക്കി ഭഗവാന് നൈവേദ്യമായിട്ട് നമുക്ക് വെക്കാൻ പറ്റും. കാരണം ഇതിൽ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും തന്നെ ചേർന്നിട്ടില്ല. ഇനി ഷഷ്ടിയുടെ കാര്യം. ഷഷ്ടി ദിവസം എന്ന് പറയുന്നത് 12 ഷഷ്ടി എടുക്കുന്ന എല്ലാവരും തന്നെ 11 നമ്മൾ ഒരു നേരം അരിഭക്ഷണം കഴിച്ച് ബാക്കി 2 നേരവും ഗോതമ്പൊക്കെ കഴിച്ചിരിക്കാം. ആ സമയത്ത് നിങ്ങൾക്ക് ഈ ചപ്പാത്തിയുടെ കൂട്ടത്തിൽ ചപ്പാത്തിയൊക്കെയാണ് കഴിക്കുന്നതെങ്കിൽ ഈ പനീർ ബട്ടർ മസാലയൊക്കെ ഉണ്ടാക്കി കഴിക്കാം. നമ്മളതിനകത്ത് ഉള്ളിയും വെളുത്തുള്ളിയും ചേരാത്ത ഒരുപാട് ഭക്ഷണ പദാർത്ഥങ്ങൾ ഇടുന്നുണ്ട്. തുടങ്ങിയതേ ഉള്ളൂ ആ ചാനൽ, അതുകൊണ്ടാണ് പറഞ്ഞത്. ഇനി 11 നമ്മൾ ഒരു നേരം അരിഭക്ഷണം കഴിച്ചിട്ട് ബാക്കി 2 നേരവും പഴവർഗ്ഗങ്ങളോ ഗോതമ്പോ കഴിച്ചിരിക്കുക. ഇനി 12 അതായത് ഷഷ്ടി ദിവസം നമ്മൾ ഉപവസിക്കണമെങ്കിൽ ഉപവസിക്കാം. പക്ഷേ സാധാരണയായിട്ട് ഷഷ്ടിക്ക് ഉപവാസം നിർബന്ധമില്ല. ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന ചോറ് അത് ഒരു നേരം, എപ്പോഴെങ്കിലും ഒരു നേരം നമുക്ക് കഴിക്കാം. ചിലർ സന്ധ്യയ്ക്ക് ദീപാരാധന തൊഴുതതിന് ശേഷമാണ് കഴിക്കുന്നത്. മറ്റു ചിലർ ഉച്ചയ്ക്ക് ക്ഷേത്രത്തിൽ നിന്നും ചോറ് മേടിച്ച് കഴിക്കും. ഇനി ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവർ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് സ്കന്ദഷഷ്ടി കവചം, അതല്ലെങ്കിൽ ഓം സുബ്രഹ്മണ്യായ നമ, അതല്ലെങ്കിൽ ഓം ശരവണ ഭവായ നമ, അതല്ലെങ്കിൽ നമുക്കറിയാവുന്ന ഭഗവാന്റെ നാമങ്ങളൊക്കെ ജപിച്ചതിന് ശേഷം നമ്മൾ രാവിലെ ഉപവസിക്കാൻ പറ്റുന്നെങ്കിൽ, രാവിലെ മുതൽ ഉച്ചവരെ ഉപവസിക്കാൻ കഴിയുന്നെങ്കിൽ ഉപവസിക്കുക. അതല്ലെങ്കിൽ വൈകുന്നേരം വരെ ഉപവസിക്കാൻ കഴിയുന്നെങ്കിൽ ഉപവസിക്കുക. അസുഖങ്ങളുള്ളവരെ, മരുന്ന് കഴിക്കുന്നവരൊക്കെ പഴവർഗ്ഗങ്ങൾ കഴിച്ചിരിക്കുക. പഴങ്ങൾ കഴിക്കാം, പാല് കുടിക്കാം. എന്നിട്ട് എപ്പോഴാണോ നമ്മൾ ഭക്ഷണം കഴിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോഴേക്കും നമ്മൾ പച്ചരി വെച്ചിട്ട് അത് ചോറാക്കി ആ കൂട്ടത്തിൽ ഉള്ളി ചേർക്കാത്ത എന്തെങ്കിലും ഒരു കൂട്ടാൻ, ചമ്മന്തി അരച്ച് നമുക്ക് കഴിക്കാം, അല്ലെങ്കിൽ മുളകും പുളിയും മാത്രമായിട്ട് ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് കഴിക്കാം. മോര് കൂട്ടി കഴിക്കാം, ഇഞ്ചി ചേർത്ത ചമ്മന്തി ചേർത്ത് കഴിക്കാം. പക്ഷേ അതിനകത്ത് യാതൊരു കാരണവശാലും ഉള്ളി ചേർക്കാൻ പാടില്ല. മുളകും ഉപ്പും പുളിയും കൂടെ ഞെരടി നമുക്ക് കഴിക്കാം. അങ്ങനെയൊക്കെ കഴിക്കാം. അതായത് വളരെ ലഘുവായി എന്തെങ്കിലും മെഴുക്കുവരട്ടി ആണെങ്കിൽ ഉണ്ടാക്കി വേണമെങ്കിലും നമുക്ക് കഴിക്കാം, വാഴയ്ക്ക മെഴുക്കുവരട്ടി വല്ലതും. പക്ഷേ അതിനകത്തൊന്നും ഇതുപോലുള്ള ഉള്ളിയും വെളുത്തുള്ളിയും ഒന്നും ചേർക്കരുത്. എങ്കിലും ചമ്മന്തി ആയിരിക്കും ഏറ്റവും നല്ലത്. കാരണം വളരെ ലഘുവായി ആഹാരം കഴിച്ച് ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ബാക്കി സമയങ്ങളൊക്കെ നമുക്ക് പഴവർഗ്ഗങ്ങളൊക്കെ കഴിക്കാം. അപ്പോൾ ഏത് നേരമാണോ നമ്മൾ അരിഭക്ഷണം കഴിക്കാൻ നിശ്ചയിച്ചിരിക്കുന്നത് അത് നമ്മൾ തന്നെ നിശ്ചയിക്കുക. നമുക്ക് എപ്പോഴാണോ സൗകര്യമെന്നുള്ളത് അതനുസരിച്ചിട്ടിരിക്കുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്ത് പരമാവധി സമയം പ്രാർത്ഥിക്കുക. ഇതാണ് നമ്മൾ ഓരോരുത്തരും
ഷഷ്ടി എടുക്കുമ്പോൾ ചെയ്യുന്നത്. അപ്പം പിറ്റേ ദിവസം രാവിലെ, അതായത് 13-ാം തീയതി രാവിലെ വീണ്ടും കുളിച്ച് ക്ഷേത്രത്തിൽ പോകാൻ പറ്റുന്നെങ്കിൽ ക്ഷേത്രത്തിൽ പോവുക. അതല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ വിളക്ക് കത്തിച്ച് ഭഗവാന്റെ നാമങ്ങൾ ജപിച്ച് നമ്മളൊരു കിണ്ടിയിൽ വെള്ളം വെച്ച് ആ വെള്ളം കുടിച്ച് നമ്മുടെ വ്രതം അവസാനിപ്പിക്കാം. അതിന് പ്രത്യേകിച്ച് ഒരു പാരണാസമയം നമ്മുടെ ഏകാദശിക്ക് പോലെ ഇല്ല. രാവിലെ എഴുന്നേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. വളരെ ഉത്തമമാണ് ഷഷ്ടിവ്രതം എടുക്കുന്നത്. എല്ലാ സ്ത്രീകളും ഷഷ്ടിവ്രതം എടുക്കണം. പുരുഷന്മാർക്കും കുട്ടികൾക്കും എടുക്കാം. നമ്മൾക്കുള്ള ജാതകദോഷങ്ങൾ മാറ്റുന്നതിന് വേണ്ടിയിട്ട്. നമുക്ക് എന്തൊക്കെയാണോ ജാതകദോഷങ്ങൾ, നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളെല്ലാം നമ്മുടെ ജാതകദോഷം കൊണ്ടാണെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. നമ്മുടെ മുൻകാലങ്ങൾ നമ്മൾ ചെയ്തു കൂട്ടിയ ഫലങ്ങൾ, അല്ലെങ്കിൽ ഈ ജന്മത്തിൽ നമ്മൾ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ, ഇതൊക്കെ നമ്മൾ അനുഭവിച്ചിട്ടേ ഈ ജന്മത്തിലും അടുത്ത ജന്മങ്ങളിലും ഒക്കെ അത് നമ്മളെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ആ പാപങ്ങളെല്ലാം അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ പാപങ്ങളെല്ലാം മാറ്റുന്നതിന് ഷഷ്ടിവ്രതം എടുക്കുന്നത് വളരെ ഉത്തമമാണ്. അതുകൊണ്ട് എല്ലാവരും ഷഷ്ടിവ്രതം എടുക്കണം. അതല്ല വ്രതം എടുക്കാൻ കഴിയാത്തവരെങ്കിലും പ്രാർത്ഥിക്കുകയെങ്കിലും ചെയ്യണം. നന്നായി ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ കുട്ടികളുടെ ഐശ്വര്യത്തിന് വേണ്ടിയിട്ട് സ്കന്ദഷഷ്ടി വ്രതം എടുക്കുന്നത് വളരെ നല്ലതാണ്. ഈ വ്രതം എടുക്കുന്നത് വളരെ നല്ലതാണ്, ഷഷ്ടിവ്രതം. കാരണം പാർവതീദേവി ഷഷ്ടിവ്രതം എടുത്തു എന്നാണ് പറയുന്നത്, ഭഗവാൻ കുമാരന് വേണ്ടി, വേലായുധ സ്വാമിക്ക് വേണ്ടി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക്, നമ്മുടെ ജാതക ദോഷങ്ങൾ, ഗ്രഹപ്പിഴ ദോഷങ്ങൾ, കുട്ടികളുടെ ഐശ്വര്യത്തിന്, നമ്മുടെ കുടുംബ ഐശ്വര്യത്തിന്, അപ്പം നമ്മളുടെ ഈ ദോഷങ്ങളെല്ലാം മാറുമ്പം തന്നെ നമ്മുടെ കുടുംബത്തിന് ഐശ്വര്യമുണ്ടാകും. അതിനൊക്കെ വേണ്ടിയിട്ട് ഷഷ്ടിവ്രതം എടുക്കുന്നത് വളരെ വിശേഷമാണ്. അപ്പം എല്ലാവരും വ്രതമെടുത്ത് പ്രാർത്ഥിക്കുക. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.